പ്രിയപ്പെട്ടവരെ, KPCCയുടെ ആഹ്വാനമനുസരിച്ച് കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകൾക്ക് മുമ്പിലും പ്രതിഷേധ സദസ്സ് കോൺഗ്രസ് മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയാണ്. വളരെ ക്രൂരമായ പോലീസ് മർദ്ദനങ്ങളുടെ വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പുറത്തുവന്നിരിക്കുന്നത്. സുജിത്ത് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ അതിക്രൂരമായി തല്ലിച്ചതച്ചത് 2 വർഷം മുമ്പാണ്. അദ്ദേഹം അന്നു മുതൽ ഈ കേസിൻ്റെ പുറകെ നടന്നിട്ട് ഇപ്പോഴാണ് അതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, ഇപ്പോൾ TV ഓൺ ചെയ്താൽ നമുക്ക് കാണുവാൻ കഴിയും നിരവധിയായ പോലീസ് മർദ്ദനങ്ങളുടെ കഥകളാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അടിയന്തരാവസ്ഥക്കാലത്ത് പോലും ഇത്രയും അധികം പോലീസ് മർദ്ദനങ്ങൾ ഉണ്ടായിട്ടില്ല. ഈ പോലീസ് മർദ്ദനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം അവരെ എല്ലാം സംരക്ഷിക്കുന്ന നിലപാടാണ് ആഭ്യന്തര വകുപ്പിൻ്റെ കൂടി ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ കേരള പര്യടന വേളയിൽ ചെടിച്ചട്ടിയെടുത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തലയ്ക്ക് DYFIയുടെ ആളുകളും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അടിച്ചപ്പോൾ അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞ് ആക്രമണം നടത്തുന്നതിനുള്ള പ്രോത്സാഹനം മുഖ്യമന്ത്രി തന്നെയാണ് നൽകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്ര ക്രൂരമായ പോലീസ് മർദ്ദനങ്ങൾ ഒരു കാലത്തും നമ്മുടെ സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ പോലും ചെയ്യാത്ത തരത്തിലുള്ള ക്രൂര മർദ്ദനങ്ങൾ അരങ്ങേറുന്നത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ ജോലിയിൽ നിന്ന് തിരിച്ചെടുക്കുന്നതുവരെ അതിശക്തമായ സമരം നടത്താനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല, അവരെ റോഡിലിറങ്ങി നടക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി നൽകിയിട്ടുണ്ടായി. പണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതേപോലുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ സ്റ്റേഷന് മുമ്പിൽ മാത്രമാണ് സമരം ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ പ്രതികളായ ഉദ്യോഗസ്ഥന്മാരുടെ വീടുകളിലേക്കും വരെ സമരം വ്യാപിച്ചുകൊണ്ട് ഒരു ജനകീയമായ ഒരു പ്രതിഷേധം, അതിശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ കിരാത ഭരണത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ മൗനം എന്ന് പറയുന്നത് ഈ പ്രതികളെ, ക്രൂരന്മാരായ ഈ കാപാലികരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്, ആഭ്യന്തരമന്ത്രി ശ്രമിക്കുന്നത്. ആഭ്യന്തരമന്ത്രി ഒരു നിമിഷം പോലും ഈ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കാൻ യോഗ്യനല്ല എന്നുള്ള ഒരു നിലപാടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളത്. അതിനെതിരെ അതിശക്തമായ സമരം ഇവിടെ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ബുധനാഴ്ച 10-ാം തീയതി 11 മണിക്ക് മറയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം നടക്കുകയാണ്. അത് മുഴുവൻ പൊതുജനങ്ങളും എല്ലാവരും ഈ TV കണ്ടിട്ടുള്ളതാണ്. ഈ ക്രൂരതയ്ക്കെതിരെ അതിശക്തമായ ഒരു പ്രക്ഷോഭത്തിൽ എല്ലാവരും പങ്കാളികളാണെന്ന് വിനയത്തിന്റെ പാട്ടിൽ അപേക്ഷിക്കുന്നു. நான் நாள்தோறும் தொலைக்காட்சிகளில் கண்டு கொண்டிருக்கின்ற கொடூரமான சம்பவங்களை நாம் தினந்தோறும் கண்டு கொண்டிருக்கின்றோம். கேரளா மாநிலத்தில் திருச்சூர் ஜில்லாவில் குந்தங்குளம் என்ற இடத்தில் இளைஞர் காங்கிரஸ் கட்சியுடைய தலைவர் அவரை போலீஸ்காரர்கள் 2 வருடங்களுக்கு முன்னால் எந்தவித கேஸும் இல்லாமல் அழைத்து கொண்டு வந்து அவர்களுடைய ஆணைகளை எல்லாம் கழித்து அவர்களை கூரமான ரீதியில், வன்மையான ரீதியில் அடித்து மிதித்து துவைத்து சம்பவங்கள் எல்லா சான்றுகளிலும் இந்த வாரங்களிலே வந்து கொண்டிருக்கின்றது. தமிழ் TV சான்றுகளிலும் மலையாள TV சான்றுகளிலும் தினந்தோறும் வந்து கொண்டிருக்கின்றது. இப்படி மோசமான ரீதியில் ஜனங்களை, பொதுஜனங்களுடைய சொத்தையும் உயிரையும் பாதுகாக்க வேண்டிய காவல்துறைக்காரர்களால் இப்படி வன்கொடுமை நடக்கின்ற இந்த வேளையில் இந்திய தேசிய காங்கிரஸ் கட்சியுடைய வேண்டுகோளுக்கு இணங்க கேரளா மாநிலம் முழுவதும் எல்லா போலீஸ் ஸ்டேஷன்களிலும் வரக்கூடிய 10ஆம் தேதி புதன்கிழமை வன்மையான நூற்றுக்கணக்கான தொண்டர்களை கொண்டு, காங்கிரஸ் கட்சியின் தொண்டர்களை கொண்டு போராட்டம் நடத்தப்படுகின்றது. இந்த போராட்டத்தில் பொதுமக்களாகிய நீங்கள் அரசியலை பார்க்காமல் அனைவரும் திரளாக கலந்து கொண்டு இந்த மாபெரும் போலீஸ் ஸ்டேஷன் மார்ச்சை வெற்றி பெற செய்ய வேண்டும் என்று இந்திய தேசிய காங்கிரஸ் கட்சி சார்பாக வேண்டுகோள் விடப்பட்டிருக்கின்றது.